എനിക്ക് കല്യാണിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. എപ്പോഴും കല്യാണം സമൂഹം അതിനെതിരെ മെസ്സേജ് ആണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. കല്യാണത്തിൽ പ്രായം പ്രശ്നമാണ്. പാലും പഴം പടം അത് ഒരു ത്രൂ ഔട്ട് കോമഡി പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതൊരു ഫാമിലിക്ക് കയറി കാണാവുന്ന ഒരു കോമഡി പടം. പിന്നെ അഭിനയിച്ച എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അശ്വിനൊക്കെ നല്ല രീതിയിൽ ത്രൂ ഔട്ട് കോമഡി ആയാലും കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചുവരവ് അങ്ങനെ വേണം പറയാൻ. മീര ജാസ്മിൻ പണ്ടത്തെ മീര ജാസ്മിൻ എങ്ങനെ ഇരുന്നോ അതേപോലെ തന്നെ സെയിം ഒരു ലെവൽ വന്നിട്ടുണ്ട്. പിന്നെ പടത്തിനെ പറ്റി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പണ്ട് ദിലീപിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് മീനത്തി തലയായിട്ട്. ആ ഒരു പടത്തിൻ്റെ സെയിം വൈബും കഥയും ഏകദേശം സെയിമൊക്കെ തന്നെ. പക്ഷേ അത് എടുത്തുന്ന രീതി അത് ഇന്നത്തെ കാലത്തിൻ്റെ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും കോമഡി നമുക്ക് രസിച്ച് കാണാം. പിന്നെ ക്ലൈമാക്സിലൊക്കെ ഒരു ട്വിസ്റ്റൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എന്തായാലും ചിരി ഉണ്ടാവും. എന്തായാലും ഫാമിലിക്ക് ധൈര്യമായിട്ട് കാണാം. ഈ സിനിമകളൊക്കെ തന്നെ കോമഡി സിനിമകൾ ഇറങ്ങും. ഇപ്പോൾ മലയാള സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചിരി ഉണർത്തുന്നില്ല എന്നുള്ളൊരു ചിരി ഉണർത്തില്ല എന്നുള്ള ഇപ്പോൾ ഇറങ്ങണം. ഇപ്പം മിക്ക പടങ്ങളും ഞാൻ കോമഡി പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നുണക്കുഴി ത്രൂ ഔട്ട് കോമഡി. അതേപോലെ തന്നെ വാശിയും ഒരുമാതിരി കോമഡിയും ഫസ്റ്റ് ഹാഫൊക്കെ കോമഡി ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ കോമഡി ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കോമഡി പടങ്ങളെ അതിന് കിട്ടുന്ന ഒരു പിന്തുണ വേറൊരു പടങ്ങൾക്കും കിട്ടാൻ സാധ്യത ഇല്ലെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് കോമഡി പടമാണ് കൂടുതൽ ഇഷ്ടം. എല്ലാ തരത്തിലും ഫാമിലിക്ക് ഒന്ന് കാണാൻ ഫാമിലിക്ക് ധൈര്യമായിട്ട് ഒരു കോമഡി പടമാണ് ഉദ്ദേശിക്കണമെങ്കിൽ ധൈര്യമായിട്ട് കാണാവുന്ന ഒരു പടം. അടിപൊളിയാണ്. ഫാമിലി എൻ്റർടൈനാണ്. ഫുൾ എൻ്റർടൈൻഡ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണാം. പഴയ മീര ജാസ്മിൻ്റെ ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് കാണാം. അടിപൊളിയാണ്. സിനിമയിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും? എടുത്തു പറയുന്ന ഒരു എൻ്റർടൈൻ മൂവിയാണ്. അതാണ്. ഏതെങ്കിലും തരത്തിൽ സിനിമയ്ക്ക് ഒരു സന്ദേശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സന്ദേശം അല്ല, ഫുൾ എൻ്റർടൈൻഡ് ഫാമിലി മൂവിയാണ്. അതാണ് മെയിനായിട്ട്. ഇപ്പോൾ ഡയറക്ഷൻ ബേസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നല്ല രസമായിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. മീര ജാസ്മിൻ ഒരുപാട് നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നൊരു വിജയ ചിത്രമായിരിക്കും. അതെ, പഴയ എനർജറ്റിക് മീര ജാസ്മിനെ വീണ്ടും തിരിച്ച് നമുക്ക് കാണാൻ പറ്റും. രസമാണ്. എല്ലാവരും പോയി കാണാം. നല്ലൊരു പ്രതികരണങ്ങളാണ് തിയേറ്ററിനുള്ളിൽ നിന്ന്. അപ്പൊ എന്ത് തോന്നി സിനിമ കണ്ടിട്ട്? തോന്നി നമ്മളുണ്ടാക്കിയ സിനിമയല്ലേ ഓഡിയൻസിനിടെ കാണുമ്പോൾ അത് വർക്ക് ചെയ്യുമ്പോൾ വി ആർ ഹാപ്പി. നമ്മൾ അതിനാണല്ലോ ചെയ്യുന്നത്. സിനിമ ചെയ്യുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, ആൾക്കാർ അതിൽ റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. വെരി ഹാപ്പി. സൊസൈറ്റി ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞു പോകുന്നുണ്ട് സിനിമ. ഇതിൽ ആദ്യമായിട്ട് ഒരു കാര്യം മാത്രമല്ല, ഇതിൽ ആദ്യമായിട്ട് ഞങ്ങളൊരു സാധനം ചെയ്തിട്ടുണ്ട്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മലയാളത്തിൽ ആദ്യമായിട്ട്. ബിഗിനിങ്ങിൽ മീരയുടെ പ്രായം, ബിഗിനിങ് പോർഷനിൽ മീരയുടെ പ്രായം 23 അത് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കി ചെയ്തതാണ്. അത് കണ്ടില്ല അല്ലേ? ഞാൻ കണ്ടില്ല. അപ്പോൾ എല്ലാ തരത്തിലും സൊസൈറ്റി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് സിനിമയിൽ. അങ്ങനെയുണ്ട്. ഇറ്റ്സ് മോർ എൻ്റർടൈനർ. സന്ദേശം നൽകുന്നതല്ല, ഒരു എൻ്റർടൈനർ. ഫാമിലി ആൻഡ് യങ്സ്റ്റേഴ്സ് ബോത്ത് വുഡ് ലൈക്ക് ടു വാച്ച് ഇറ്റ്. അത്രയേ ഉള്ളൂ. എങ്കിൽ പോലും സാറിന് ഒരുപാട് നാളുകായി ഇത്ര നല്ലൊരു ചിരിച്ചിത്രം വന്നിട്ട്. വരുത്തി വന്നു, ലൈവ് വന്നു, പിന്നെ ഇതാ വന്നു. ഹാപ്പിയാണ്. ഗംഭീര സിനിമയാണ്. അപ്പം നമ്മളെ ട്രെയിലറിൽ കാണുമ്പോൾ ഉള്ളവരൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, നമുക്ക് കാണുമ്പോഴത്തേക്ക് ഇവരുടെ കോമ്പിനേഷനോ എന്ന് തോന്നുന്നൊരു സ്ഥലം. പക്ഷേ അതിൻ്റെ ഒരു രസം ഭയങ്കരമായിട്ട് സ്ക്രീനിൽ വർക്കായിട്ടുണ്ട്. അത് അശ്വിനാണേലും, അശ്വിനൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അശ്വിനായിക്കോട്ടും മീരേജ്, അവർ കോമ്പിനേഷൻ ഭയങ്കര രസം. ത്രൂ ഔട്ട് ഫണ്ണ്, എല്ലാവരും നല്ല രസമുണ്ട്. ഫാമിലിയായിട്ട് വന്നുകൊണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കണക്ട് ആകുന്നുണ്ട്. ഫേസ്ബുക്ക് വേൾഡും പരിപാടികളും ഒക്കെ കണക്ട് ആകുന്നതുകൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്താൽ നല്ലൊരു സിനിമ. വേറൊന്നുമല്ല, ഫാമിലിയായിട്ട് വന്നുകൊണ്ട് ഇഷ്ടപ്പെടുന്നുള്ളതാണ്. എല്ലാവരും ത്രൂ ഔട്ട് ഒരുമിച്ചിരുന്ന് കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു പടമാണ്. ഒറ്റയ്ക്ക് വരാതെ എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് കണ്ടാൽ അടിപൊളിയായിരിക്കും. കോമഡി, അത്യാവശ്യം കോമഡി ഉണ്ട്. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ മൂവിയാണ്. എല്ലാവരും പോയി കാണാം. ജസ്മിൻ്റെയും പമ്പൻ തിരിച്ചുവരവാണ് ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചത്. അതുപോലെ അശോകൻ ചേട്ടൻ, ശാന്തികൃഷ്ണൻ ചേച്ചി, പിന്നെ അമ്മവേഷം ചെയ്തിരിക്കുന്ന അശ്വിൻ്റെ അമ്മവേഷം ചെയ്തിരിക്കുന്ന ആ ചേച്ചി, നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഒന്നിനൊന്നും മികച്ച അഭിനയം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം കുടുംബസമേതം ഈ ഒരു വീക്കെൻഡിൽ വന്ന് കാണാവുന്ന നല്ലൊരു കുടുംബ ചിത്രമായിരിക്കും. വളരെ നന്നായിരുന്നു. ഇറ്റ്സ് എ ഫാമിലി സ്റ്റോറി. ഞാനിതിൽ മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ജസ്റ്റിൻ എന്ന ഒരു പാട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അശോകൻ സാർ പാടിയ പാട്ട്. അപ്പോൾ പടം ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഈ സ്റ്റോറി അറിയുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതൊരു പുതിയൊരു കഥ, അതായത് 10 വയസ്സ് വ്യത്യാസം, ഇങ്ങനെയൊക്കെ ഇന്നുവരെ മലയാളം സിനിമയിൽ വന്നിട്ടില്ല. ആൻഡ് വളരെ എൻ്റർടൈനിങ്. സമയം പോയത് മനസ്സിലായില്ല. നന്നായിട്ട് എഡിറ്റിംഗ് വളരെ നന്നായിട്ട് പ്രവീൺ പ്രഭാകർ ചെയ്തു. VKPയുടെ ഡയറക്ഷൻ നന്നായിട്ട് അശ്വിൻ ജോസും മീര ജാസ്മിനും നന്നായിട്ട് അഭിനയിച്ചു. വളരെ നല്ല ഫിലിം. ഒരുപാട് നാൾ ശേഷം നല്ല പടം കാണാൻ പറ്റി. വാഴ പോലെ നല്ലൊരു പടം. ജോണിൻ്റെ അടുത്തിൻ്റെ എല്ലാ എലമെൻസും ഉണ്ട്. റൊമാൻസ്, കോമഡി, ഫാമിലി, സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ലാഗൻ സംഭവം അടുത്തോട്ട് പോയിട്ട്
പിന്നെ എല്ലാവരും നിശാസനക്കായാലും എല്ലാവരും മറ്റേ അശോകനായാലും എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിക്ക് പറഞ്ഞ ഒരു പ്രത്യേക ടോപ്പിക്കാണ്. പ്രണയത്തിൻ്റെ പ്രായ പ്രശ്നമെല്ലാം ടോപ്പിക്കാണ്. അതായത് നായകനെക്കാട്ടും 10 വയസ്സ് മൂത്താണ് നായിക. ഇങ്ങനെ ക്രിക്കറ്റ് തെണ്ടുൽക്കറെല്ലാം അയാൾ 6 വയസ്സ് മൂത്ത ആളെ കല്യാണിച്ചാണ്. വിദേശത്ത് നടക്കുന്ന കാര്യമാണ്. എല്ലാം കൊണ്ടും ഒരു ലാഗും സംഭവിക്കില്ല. എല്ലാ എലമെൻസും ഉണ്ട്. നല്ലൊരു ഫാമിലി പടമാണ്. അപ്പം യൂത്തിന് ഇഷ്ടപ്പെടും. ഞാൻ നൈറ്റിങ് കാണുന്നു. പക്ഷേ ഈ പടം ട്രെയിലർ കണ്ടപ്പോൾ ഈ പടം കാണേണ്ട വിചാരിച്ച ആളാണ് ഞാൻ. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. സിനിമ കോമഡിയാണ്. സിനിമ എന്തെങ്കിലും സന്ദേശം നൽകുന്നുണ്ടോ സമൂഹത്തിൽ? മെസ്സേജും ഉണ്ട്, അപ്പോൾ എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. കാരണം മെസ്സേജ് ഇതാണ്, പ്രണയത്തിന് പ്രായ ഒരു പ്രശ്നമല്ല. അല്ല, ആ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. മീരാസ്മിൻ്റെ ശക്തമായി തിരിച്ചു. അണ്ണൻ ഈ സിനിമ കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തോ? എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിങ്ങനെ തോന്നിയില്ല. എന്നെക്കാളും പ്രായമുള്ള ആൾക്കാരുടെ എനിക്ക് തോന്നിയില്ല. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ പലയിടത്തും സംഭവിക്കുന്നു. അല്ല, അണ്ണൻ ഇതിലായിട്ടും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒരു പ്രായത്തിൽ എന്നെ വേറെ ഇല്ലെങ്കിൽ അത് വേറെ റിലേറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ആ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടോപ്പിക്കാണ്. ഇത് എല്ലാം കൊണ്ടും എനിക്ക് നന്നായി ഹിറ്റാവേണ്ട പടമാണ്. ഈ വാഴ പോലെ ഹിറ്റാവേണ്ട പടമാണ്. ഈ പ്രായത്തിലും ഇനി അണ്ണൻ ഈ ഇത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. അല്ലേ, എനിക്ക് അതേപോലെ പ്രണയത്തിന് പ്രായം പ്രശ്നമല്ല. അപ്പോൾ എനിക്ക് എപ്പോഴും കല്യാണം കഴിക്കാം. കല്യാണം കഴിക്കാൻ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. ഇപ്പോൾ 38 വയസ്സായി വന്ന് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല ഒന്നുമില്ല. എപ്പോഴും കല്യാണം. സമൂഹം അതിനെതിരെ മെസ്സേജാണ് ഡിസ്കസ് ചെയ്യുന്നത്. കല്യാണത്തിന് പ്രായം പ്രശ്നമല്ല. ഏത് പ്രായത്തിനും കല്യാണം കഴിക്കാം. അപ്പോൾ എനിക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്.